ഈ സ്കൂളിൻ്റെ പേജിൽ പ്രവർത്തനങ്ങൾ എടുക്കുന്നു. ഈ വർഷത്തെ പ്രവർത്തനം 2026-27 സെലക്ട് ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ അവിടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ആവശ്യമുള്ള ചിത്രങ്ങൾ ലാപ്ടോപ്പിലെ ഫോൾഡറിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പിലെ ഫോൾഡറിനകത്ത് 2 ചിത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മൂൺ ഡേയുമായി ബന്ധപ്പെട്ട ചിത്രവും ഒന്ന് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചിത്രവും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ /2026-27 എന്ന പേജിലേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ചിത്രങ്ങളും മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചിത്രങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രമാണം തിരഞ്ഞെടുക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെസ്ക്ടോപ്പിലെ സ്കൂളിൻ്റെ ഫോൾഡറിൽ നിന്ന് ചിത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബഷീർ ദിനം എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇവിടെ മുകളിലും സെലക്ട് കൊടുക്കാം. ഇതിൻ്റെ സ്വന്തം സൃഷ്ടിയാണ് എന്ന രീതിയിൽ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. തുടർന്ന് അപ്ലോഡ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചിത്രത്തിന് നമ്മളൊരു പേരൊക്കെ നൽകാം, ഒരു വിവരണം നൽകാം. ഇപ്പോൾ ഇത് ബഷീർ ദിനമാണ്. ഞാനിവിടെ ബഷീർ ദിനമെന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. തുടർന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ചിത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ചിത്രം ഉപയോഗിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നമുക്കൊരു ചിത്രത്തിന് ഒരു തലക്കെട്ടൊക്കെ നൽകാം. ഞാനിവിടെ ബഷീർ ദിനം എന്ന് തന്നെ തലക്കെട്ട് നൽകുന്നു. ദെൻ ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ചിത്രം നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ പേജിൽ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ നീക്കി വെച്ചുകൊണ്ട് ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സൈഡിൽ ഈ കോർണറിൽ പിടിച്ച് നമുക്കിങ്ങനെ നീക്കുവാണെങ്കിൽ നമുക്ക് ചിത്രം വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. തുടർന്ന് മുകളിൽ മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ആ പേജിൽ വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യുന്നത്. ഈ രീതിയിൽ ചിത്രങ്ങൾ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്.